മരണം വാർത്തിട്ട് ഭയങ്കര ഷോക്കായി പോയി. ശരിക്കും ഒരു രംഗബോധമില്ലാത്ത കോമാളിയല്ലേ മരണം. സുഖത്തിന്റെ സന്തോഷത്തിന്റെയും ഒക്കെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു വന്ന് എല്ലാം തകർത്ത് കളയുന്ന ഒരു ശരിയായ ദുരന്തം. എന്തൊക്കെയായിരിക്കും അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ അത് ചെയ്യണം, അങ്ങനെ ഒരുപാട് പ്ലാനിങ്ങുകൾ. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് നിശ്ചലമാവുന്നത് പോലെ അങ്ങ് അവസാനിക്കും. പിന്നെ നമ്മളിങ്ങനെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൂടെയുള്ളവരുടെ നന്മകൾ കണ്ടെത്തി പറയുന്നതിന് പകരം കൂടെയുള്ളപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയോ അറ്റ്ലീസ്റ്റ് അവരെ കുറ്റം പറയാതിരിക്കെങ്കിലും ചെയ്യല്ലേ നമ്മള്. എടി തന്തയില്ലാത്തോളെ, നിന്റെ മോട്ടിവേഷൻ നീ നിന്റെ അങ്ങ് ചുരുട്ടി വെച്ചോണ്ടിരുന്നാ മതി. നീ ഒരു വ്യക്തിയെ കൊന്നിട്ടാണ് വന്നിട്ട് നീ കൊണയടിക്കുന്നത്. നിന്റെ ഓൾഡ് കൊണയടിയാണ്. ഇതിപ്പം ദുബായിലുള്ളവർക്കൊന്നും നിന്റെ ടിക്ടോക്ക് വീഡിയോ കാരണം ഇരിക്കപ്പുറതിയില്ല. എനിക്ക് അങ്ങനെ ഒരാളെ അയച്ചു തന്നെയാണ്. അവിടെയൊക്കെ നിന്റെ ഈ ഒരു കാട്ടവരാതെ മോട്ടിവേഷന് കെട്ടൊന്ന് കറങ്ങുക. കാണുമ്പോൾ തന്നെ നിന്നെ വലിച്ചു കീറി ഒട്ടിക്കാനാണ് മനുഷ്യർക്ക് തോന്നുന്നത്. മനസ്സിലായ? അമ്മാതിരി ചെറ്റത്തനമാണ് നീ ചെയ്തിട്ടിരിക്കുന്നത്. എന്തായാലും നിന്നെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുണ്ഹാമോളെ മറ്റേ കാറിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഇതിനെയൊക്കെ വലിച്ചഴിച്ചാണ് റോട്ടിൽ കൂടി കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ പോലീസുകാര് അവരുടെ സേഫ്റ്റി ആയിരിക്കും നോക്കിയത്. ഓക്കെ ഫൈൻ. പക്ഷെ പോലീസുകാര് ഈ പറഞ്ഞതുപോലെ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആരെ അറിയിച്ചിട്ടില്ല. ഇവളെ കണ്ടെത്തിയത് ആരെ അറിയിക്കുന്നില്ല. 24 എങ്ങാണ്ടാണ് ആദ്യമായിട്ട് ന്യൂസ് പുറത്തു വിടുന്നത്. കാരണം ആരെ അറിയിക്കേണ്ടാണ് പോലീസുകാര് നൈസായിട്ട് ഇവളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. പകരം ഒരാണായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ പോലീസുകാർ ഇപ്പം മൊത്തം മീഡിയയും വിളിച്ച് അതൊരു കോലാഹലം ഉത്സവമാക്കിയിട്ട് കൊണ്ടുപോകുമായിരുന്നു. അതേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവളൊരു പെണ്ണായതുകൊണ്ടായിരിക്കും. പിന്നെ ജനങ്ങളെ അറിയിച്ചിരുന്നത് ജനങ്ങൾ അപ്പം അവിടെ ആയിട്ട് തന്നെ അടിച്ചു കൊന്നേനെ. അത് വേറെ കാര്യം. അതാണ് നടക്കാൻ പോവേണ്ടിയിരുന്നത്. അതാണ് നടക്കേണ്ടത്. പക്ഷെ എന്തോ പോലീസുകാരും കണക്ക് തന്നെടേ. ഞാന് കണ്ടപ്പോ എനിക്ക് ആ ഒരു കാര്യത്തിൽ വിഷമം തോന്നി. ഇവളെയൊക്കെ കാറിൽ കയറ്റി കൊണ്ടുപോകണ്ടേ? ഇവളാര് ഇവളെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നമുക്ക് ആ വീഡിയോ കാണാം. വളരെ രഹസ്യമായി മഫ്തിയിലെത്തിയാണ് പോലീസ് ഏതായാലും വടകരയിൽ നിന്നും ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഷിംജിത രാജ്യം വിട്ടു, സംസ്ഥാനം വിട്ടു എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇന്ന് രാവിലെ ഉൾപ്പെടെ ഒരു ലുക്കൌട്ട് സർക്കുലർ ഉൾപ്പെടെ ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ട പോലീസ് പുറപ്പെടുവിച്ചിരുന്നു. ഒരുപക്ഷെ രാജ്യം വിട്ട് പോയേക്കാവുന്ന സാഹചര്യം കണക്കിലെടുത്തു കൂടിയായിരുന്നു അത്. ഏതായാലും നിലവിൽ വടകരയിൽ നിന്നാണ് ഷിംജിത അറസ്റ്റിലായിരിക്കുന്നത്. വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ബന്ധു വീട്ടിൽ നിന്നുമാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. വൈദ്യപരിശോധന കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു നടത്തിയിരുന്നത്. അത് മഫ്തിയിലെത്തിയ പോലീസാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള സ്ഥലം മനസ്സിലാക്കി പോലീസ് അവിടേക്ക് എത്തുകയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. നിലവിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഏതായാലും നിലവിൽ ഷിംജിതയുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫും ആയിരുന്നു. ആ വീഡിയോയെ സംബന്ധിച്ച് വീഡിയോയുടെ ഉറവിടം സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടായിരുന്നു. ഷിംജിതയുടെ ഫോണിലാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തേണ്ടത് പോലീസിന് അത്യാവശ്യമായിരുന്നു. അതിന് സൈബർ സെല്ലിന്റെ ഉൾപ്പെടെ സഹായവും തേടിയിരുന്നു. മോളുടെ നടത്തം കണ്ട അവളെ കാല് തല്ലി പിടിക്കണം. അവിടെ ഇട്ട് അടിച്ചു കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. മഫ്തിയിലെത്തിയാണ് പോലീസുകാർ കൊണ്ടുപോയത്. പോലീസുകാരെ കുറ്റം പറയണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരാണായിരുന്നു ചിലപ്പോൾ അവർ നാട്ടുകാരെ മൊത്തം അറിയിച്ച് കൊണ്ടുപോയേനെ. പക്ഷെ ഒരു പെണ്ണായത് കൊണ്ടായിരിക്കണം. എനിക്കറിയില്ല. ഇവിടെ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ തല്ലി കൊല്ലുമെന്ന് പോലീസുകാർക്കും അറിയാം. അതുകൊണ്ടാണ് നൈസായിട്ട് ആരും അറിയാണ്ട് ഒന്ന് കൊണ്ടുപോയത്. എനിക്കൊരു യോജിപ്പില്ല. കൊണ്ടുപോയത് കാറിൽ രാജകീയമായ യാത്രയാണ്. കാരവാനൊക്കെ ഇറക്കത്തുന്നത് നമുക്ക് അതിൽ കൊണ്ടുപോയിരുന്നല്ലോ. കാരണം ഇപ്പം സെലിബ്രിറ്റി അല്ലേ. ഒറ്റ വീഡിയോ ഉണ്ട്, ഇന്റർനാഷണൽ ആയില്ലേ. അതുകൊണ്ട് സെലിബ്രിറ്റി അല്ലേ. അതുകൊണ്ട് നമുക്ക് കാരവാനിലൊക്കെ കൊണ്ടുപോകായിരുന്നു. ഇഷ്ടം അതൊക്കെ കാണുമ്പം പുച്ഛം മാത്രം, വേറെ ഒന്നും പറയാനില്ല. സത്യമുള്ള കാര്യം പറയാമല്ലോ. നീ പുന്നാര മോളെ ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജാമ്യം കിട്ടിയില്ല. ഏതോ കൊണാണ്ട് നായിന്റെ വക്കീലൊക്കെ വേണ്ടി വാദിക്കാറുണ്ട്. ഇവക്കൊക്കെ വേണ്ടിയിട്ട് വാദിക്കാൻ നടക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആണോ പെണ്ണോ ആരും അറിയത്തില്ല. എന്തായാലും ഏതോ അപരാധികൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെന്നുള്ളത് മറ്റൊരു സത്യം. ഇതൊക്കെ എന്ത് അവസ്ഥയുടെ എന്ത് കാലഘട്ടം എന്തോ. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരടാ വാദിക്കാറുണ്ട്? എത്ര കോടി തരാന്ന് പറഞ്ഞാലും ഇറങ്ങരുത് ഇതിനൊന്നും വേണ്ടിയിട്ട് വാദിക്കുക. എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഉണ്ട്, അത് വേറെ സത്യം. പോട്ട് അങ്ങനെ പോയി ജാമ്യത്തിന് വേണ്ടിയിട്ട് പോയപ്പം അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ GP കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. സന്തോഷമായി. കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറക്കി പോലീസ് ജീപ്പിലേക്ക് കയറ്റിയെന്ന് തോന്നുന്നു. മുജീബേ? അതെ, പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ്. റിമാൻഡാണോ? എത്ര ദിവസത്തേക്ക്?
റിമാൻഡ് ചെയ്തിരിക്കുന്നു. കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കുള്ള സ്വാഭാവിക റിമാൻഡാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് പോലീസ് കോടതിയിൽ എത്തിച്ചു. അത് മാത്രമാണ് പരിഗണിച്ചത്. മറ്റൊരു വാദവും അവിടെ നടന്നിട്ടില്ല. റിമാൻഡ് റിപ്പോർട്ട് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത്. ഇപ്പോൾ 14 ദിവസത്തേക്ക് ഷിംജിതയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നും പോലീസ് ഷിംജിതയെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. നേരെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത്. ജില്ലാ ജയിലിലേക്ക്, അങ്ങനെയാണെങ്കിൽ ജില്ലാ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. ഒരുപക്ഷെ നേരത്തെ പ്രതിഷേധ സാഹചര്യവും അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലടക്കം കൂടുതൽ ആളുകളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മോടൊപ്പം പിന്നെ ഇന്ന് ാണ് സംസാരിക്കുന്നത്. ഒന്നുമില്ല, ഇപ്പോൾ പിന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ബെയിൽ ആപ്ലിക്കേഷൻ ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. ബാക്കി കോടതിൻ്റെ പരിഗണനയിലുള്ള ഒരു കേസായതുകൊണ്ട് കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അതിൻ്റെ കോൺഫിഡൻസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും റിപ്പോർട്ട് വന്ന് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും. ഡേറ്റ് വെച്ചിട്ടില്ല. ഏതായാലും ഡേ ആഫ്റ്റർ ടുമോറോ റിപ്പോർട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ബെയിൽ ആപ്ലിക്കേഷൻ അല്ല, പ്രോസിക്യൂഷൻ അതിൻ്റെ റിപ്പോർട്ട് വെക്കട്ടെ. റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് പോയിട്ടില്ല. ഏതായാലും ഇന്ന് പിന്നെ റിമാൻഡ് ചെയ്തല്ലോ. അപ്പോൾ ഏതായാലും മറ്റന്നാൾ അതിൻ്റെ പിന്നെ നമ്മളെ ബെയിൽ ആപ്ലിക്കേഷൻ്റെ മുകളിലുള്ള റിപ്പോർട്ടും കൂടി വരട്ടെ. അതും കൂടി വന്ന് നമ്മൾ ആവശ്യപ്പെട്ട ബെയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ബെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പ്ലീഡിങ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കോടതി പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതിന് ബാക്കി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏതായാലും റിപ്പോർട്ട് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇല്ല പറഞ്ഞിട്ടില്ല. കോടതി ചില കാര്യങ്ങൾ റിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അല്ല, അതൊന്നും ഞാൻ അറിയില്ല. ഏതായാലും കോടതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇല്ല പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ മഞ്ചേരി. ശരി. മഞ്ചേരി ജയിലിലേക്കാണ് മാറ്റുന്നത് എന്നാണ് ഇപ്പോൾ വക്കീൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മഞ്ചേരി ജയിലിൽ അരീക്കോടാണ് ഷിംജിത താമസിക്കുന്നത്. അവരുടെ സ്വദേശം ഇതാണെങ്കിൽ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് അരീക്കോടിലേക്കാണ് കല്യാണം കഴിച്ച് പോയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് മഞ്ചേരി ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വനിതാ ജയിൽ എന്നുള്ളൊരു പരിഗണന കൂടെ ഉണ്ടായിരിക്കും. ഏതായാലും ഇന്ന് ഇവരുടെ റിമാൻഡ് ആവശ്യം പോലീസിൻ്റെ പ്രോസിക്യൂഷൻ വന്ന സമയത്ത് തന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ടും ഷിംജിതയുടെ അഭിഭാഷകർ മൂവ് ചെയ്തിരുന്നു. അതാണ് അഭിഭാഷകർ ഇപ്പോൾ വ്യക്തമാക്കിയത്. പക്ഷേ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ കൂടുതലൊന്നും മൂവ് ചെയ്ത് സംസാരിക്കാൻ അതിനുള്ള അവസരം കോടതിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വക്കീൽ വ്യക്തമാക്കിയത്. വക്കീലിനും അതുപോലെ തന്നെ പ്രോസിക്യൂട്ടറും ആയിട്ടുള്ള കേസിലെ പ്രതിയായിട്ടുള്ള ഷിംജിതയും മാത്രമാണ് ജയിലിൽ കോടതിക്കകത്തുണ്ടായിരുന്നത്. മറ്റു മാധ്യമപ്രവർത്തകർക്കാർക്കും തന്നെ കയറുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വക്കീൽ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്കും അറിയില്ല. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പും അതിലുള്ള വിവരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ പുറത്തു വന്ന കേസുമായി എഫ്ഐആറുമായി പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. ഷിംജിതയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ ഇപ്പോൾ വ്യക്തമാക്കിയതാണ്. ഏതായാലും മഞ്ചേരിയിലേക്ക് ഷിംജിതയെ ഇവിടെ കോടതിയിൽ ഹാജരാക്കി അവിടെ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് മഞ്ചേരി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ വക്കീൽ പല കൊണയും പറയും. അതൊന്നും കേട്ട് നമ്പി എടുത്ത് കൊടുക്കരുത് ജാമ്യമൊന്നും. ഇനി അപരാധി മോളെ ഇനി പുറം ലോകം കാണിക്കരുത്. ഇവള് കാണിച്ചിട്ടുള്ള തന്തയില്ലായ്മയ്ക്ക് ഇവൾ ഈ ഭൂമിയിൽ കിടന്ന് നരകിച്ച് ചാവണം. തിന്നാൻ പോലും കിട്ടാണ്ട് ഇവള് ചാകണം. ആ ലെവലിൽ ഇവള് തീരണം. ഇവളെ അനുഭവിക്കണം. ഇവള് ഏതൊക്കെ രീതിയിൽ ഇവളെ അനുഭവിച്ചാലും എനിക്ക് ആ കലിപ്പ് തീരുന്നില്ല. സത്യം, ഇതുപോലുള്ള ഒരു പെണ്ണ് ഈ ഭൂലോകത്തിന് ഉണ്ടാവരുത്. ഇനി ഇതേ മൈൻഡ് സെറ്റ് എങ്ങനെയും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡ് സെറ്റിലുള്ളതൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുവച്ച കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് പോവാം അടുത്ത വണ്ടി കയറി ഇതുപോലെ ജയിലിൽ. എന്തായാലും പുന്നാരമോള് 14 ദിവസമെങ്കിലും പോയ ലോകത്ത്. അതിനുശേഷം ബാക്കി നിന്റെ അന്ത്യം അതാണ്. നീ നരകിച്ച് ചാവണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടല്ലേ. ഞാൻ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത്, ആ ജനങ്ങളിൽ പെടും ഞാൻ. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇനി ഇവൾ അറസ്റ്റ് ചെയ്ത സമയത്ത് ദീപകിന്റെ അച്ഛൻ്റെ അമ്മയുടെ കുറച്ച് വാക്കുകളുണ്ട്. അവളെ നേരിൽ കാണണം, അവർക്ക് സംസാരിക്കണമെന്ന്. എടി പുന്നാര മോളെ, ആ അപ്പൻ്റെ അമ്മയുടെ ശാപം മതി നിന്റെ കുലവും നശിച്ച് നാറാണത്താവാൻ. മനസ്സിലായ? അത് നീ മനസ്സിലാക്കണം. പുറത്ത് വിടരുത്, എനിക്ക് നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു, അത് വേണ്ടിയിരുന്നു. അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഞങ്ങൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനമ്മമാരും നീതി കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മൾ സ്ത്രീകൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന് അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണ്ടിയിരുന്നു. ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ള ആളെ നേരിട്ട് കണ്ടിട്ടില്ല. അതൊന്ന് കണ്ടാൽ നന്നായിരുന്നു. അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മേനെ കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട. അവൾക്ക് എങ്ങനെ കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും ഇത്. അവളങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. നിധി കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചു എന്നല്ല പറയുന്നത്. ഞാനിപ്പോൾ അവരെന്താ ഇതാക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ വിട്ടാൽ പോയില്ലേ,
ജാമ്യത്തിൽ അവരെ വിടാൻ പാടില്ല ഒരിക്കലും. ഒരു കാരണവശാലും അവളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ വിളിച്ച് പിടിച്ചെന്ന് പറഞ്ഞ് നാളെ പറയണ അവളെ ജാമ്യത്തിൽ വിട്ട് തന്നെ പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റേതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ ഓളെ കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. ഓളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. ഞങ്ങൾ വക്കീലിനെ അവിടെ ഏർപ്പാട് ചെയ്തിരിക്കണേ. ഞങ്ങളിപ്പം കെ പി രാജപുരം വക്കീലിനെ വക്കാലത്ത് ഇന്നലെ കൊടുത്ത് സാറൊന്ന് അറ്റൻഡ് അവിടെ കോടതിയിൽ ഇതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ കമ്പനി വക്കീലിനാണ്ട് വിട്ടുകൊടുത്ത് വക്കീൽ അതിൻ്റെ കാര്യങ്ങൾ വക്കീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിട്ടുകൊടുത്ത വക്കീലിന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് മൂപ്പര് ഞങ്ങൾ എല്ലാവരും ആക്കി കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് അറിയുന്ന ഒരു വക്കീലാണ്, സുപ്രീം കോടതി വക്കീലാണ്. ഇവരുടെ ഭാഗത്തുനിന്നും വക്കീലുണ്ട്. ഈ അപ്പന്റെ അമ്മയുടെ കണ്ണുനീരും മതിയടി നിന്റെ ജീവിതവും നിന്റെ കുലവും നശിക്കാൻ. മനസ്സിലായ ഷിംജിത മോളെ? ഇനി വേറെ ഒന്നുണ്ട്, ഇതുപോലുള്ള അപരാധികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് വരും. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന്, എന്നാൽ ഒറ്റ സ്ത്രീകൾക്ക് പോലും ഇവളെ ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതാണ് അതിന്റെ മറ്റൊരു വാസ്തവം. ഈ ദീപക്കിന്റെ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് നിനക്കൊക്കെ എങ്ങനെയടി ഈ ഷിംജിത എന്ന് പറയുന്ന പുന്നാര മോളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? എനിക്കതാണ് മനസ്സിലാവാത്ത. ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും മനസ്സാ വാചാ കർമ്മന ചിന്തിക്കാത്ത കാര്യമാണ് ആ വ്യക്തിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയും ആ വ്യക്തി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്. പല അപരാധി മക്കളും ഇതുപോലെ പല കണ്ടന്റിന് വേണ്ടിയിട്ട് പലതും ഉണ്ടാക്കി പലരുടെയും ജീവിതം തുലച്ച് കിട്ടുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിക്ക്. എടാ, ഇപ്പം ദീപക് എന്ന് പറയുന്ന വ്യക്തി മോശമായിട്ട് പെരുമാറിയെങ്കിൽ ആ വ്യക്തി എക്സ്പോസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെങ്കിൽ ഓക്കെ, ഞാൻ ഒന്നും പറയത്തില്ല, അങ്ങനെയുള്ളമാര് തീരണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തി കണ്ടന്റിന് വേണ്ടിയിട്ട് ഇവളെ സാമാനം കൊണ്ട് വച്ചു കൊടുത്ത് എങ്ങാണ്ട് തട്ടിക്കഴിഞ്ഞാൽ അത് വച്ച് വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവളെ പോലുള്ളവളുമാര് കാണിക്കുന്നത് എന്തായില്ല. ഈ ഒരു പുന്നാര മോളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സന്തോഷം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് മൊത്തം, മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും അങ്ങനെയാണ് നമുക്ക് സന്തോഷം. പക്ഷേ ഇവൾക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇവൾക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ ഓഫ് കോഴ്സ് ഊരിപ്പോവും. ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഇവൾക്ക് എവിടെ കൂടിയെങ്കിലും ശിക്ഷ കിട്ടാനുള്ള ഒരു ഹോപ്പ് ഉണ്ടെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാവും. പിന്നെ സ്ത്രീ ആ ഒരു പരിഗണന കാണുമല്ലോ ഈ പുണ്ടയ്ക്ക്, അത് വേറൊരു സത്യം. അത് ആ പരിഗണനയും ആ പ്രിവിലേജും ആദ്യം എടുത്ത് കളയണം, എങ്കിലേ ഇതുപോലെയുള്ള അപരാധി മക്കൾ ഇതുപോലത്തെ അപരാധിത്തനം ചെയ്യാതിരിക്കത്തുള്ളൂ. ഇത്തരം പ്രിവിലേജുകളെയാണ് പല അപരാധി മക്കളും ഇന്ന് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു മോളെ കാണാം. പുന്നാര മോളുടെ പേര് പറയുക, ഫോട്ടോ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മോളെ കൊണ്ട് കേസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആരാണ് തുപ്പി കാണിക്കാം? ശ്രീലക്ഷ്മി അറക്കൽ. കാണാം. നാളെ ഇത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്, നമ്മളെല്ലാവർക്കും വേണ്ടി പറയുന്നത്. നാളെ എല്ലാരും യാത്ര ചെയ്യാനുള്ള ഒരു ബസ്സിൽ ഇപ്പൊ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്? ഇവൾക്ക് തന്തയില്ല, ഇവള് വെടിയാണ്, ഇവള് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്തതുപോലെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ അത് സൈബർ ബുള്ളിങ് അല്ലേ? എടി, നാണമുണ്ടോ നിനക്ക് നാണമുണ്ടോ? ഇങ്ങനത്തെ ഒരു പുണ്ടാ മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരാൻ നിനക്ക് നാണമുണ്ടോ? നീ ഒരു പെണ്ണല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ? എന്നാൽ നിന്നെ പോലെ അല്ല എല്ലാ പെണ്ണുങ്ങളും. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീകൾ പോലും ഇല്ല. എന്തിന്? നിന്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഫെമിനിസ്റ്റുകൾ പോലും നിന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് അതിനേക്കാളും കോമഡി. പക്ഷെ എന്റെ പൊന്നടാവേ, ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഷിംജിതയെ പോലുള്ള നാറിയ മോളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട മൈൻഡ് സെറ്റാണ് ഇവളുടെയൊക്കെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവളും ബസ്സിൽ കയറി ഇതേ ചെയ്യത്തുള്ളൂ. ഇതേ മൈൻഡ് സെറ്റുള്ള ടീമുകളാ. എന്റെ പൊന്നടാവേ, ഒന്നും പറയാനില്ല. നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നിന്നെയൊക്കെ ഇവളുടെയൊക്കെ കൂട്ടത്തിൽ പിടിച്ച് അകത്തിടണം. നിനക്കിപ്പോ തികഞ്ഞ നിന്റെ കൂട്ടുകാരെ പിടിച്ച് അകത്തിട്ട് സന്തോഷമായി കാണുമല്ലോ. സന്തോഷിക്ക്, അറമാദിക്ക്. സെക്ഷൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഒറ്റ ഒരു വാക്ക് മാത്രം മതി സെക്ഷൽ അസോൾട്ട് നടന്നു എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാരും എനിക്കിതിൽ റിയാക്ട് ചെയ്ത വീഡിയോ, ഇയാളുടെ മരണം അറിഞ്ഞപ്പോൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുന്ന ലൈംഗിക അതിക്രമം നടത്തിയ ഒരാൾ മരിച്ചു എന്നാണ്. എനിക്കതപ്പോൾ സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമം നടന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പം അങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പിന്നീടാണ് എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറയുന്നത്, ഇത് കാണുമ്പം അവരുടെ അച്ഛനും അമ്മയ്ക്കും അവർ വീട്ടുകാർക്കും എന്തായിരിക്കും അവർക്ക് തോന്നുക, അവർക്ക് വിഷമം ഉണ്ടാവൂലേ എന്ന്. അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്. ശരിയാണ്, അയാൾ മരിച്ചു, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അയാള് മരിക്കാൻ കാരണക്കാരനായ അല്ലെങ്കിൽ കാരണക്കാരിയായ പുന്നാര മോളെ വെറുതെ വിടല്ലേ? അതാണ് ചെയ്യേണ്ടത്. മരിച്ചിട്ട് കാര്യമില്ലത്തിന്. നിനക്ക് നാണുണ്ടോ ശ്രീലക്ഷ്മി? കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഒരാള് മരിച്ചു, അത് ഒരു പോസ്റ്റ് കണ്ടു, ഓക്കെ നന്നായി അടിപൊളിയെന്ന്. ആ വീഡിയോ കാണുകയോ അതിനെ പറ്റിയിട്ട് നോക്കുകയോ ഒന്നും ചെയ്യാണ്ട് ഒരു വ്യക്തിയെ നിന്നെയൊക്കെ പോലുള്ളവര് മൊത്തത്തിൽ താറടിച്ചങ്ങ് നശിപ്പിക്കുകയാണ്. കുറച്ച് ഉളുപ്പ് വേണം മനുഷ്യന്മാരായ. എനിക്കറിയാൻ പാടില്ല. നീ തന്നെ പറയുന്നുണ്ട് നിന്റെ തന്ത മറ്റേ
കളങ്കാവല് സിനിമയിലെ മമ്മൂട്ടിയുടെ അതേ ക്യാരക്ടർ എന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അറിവ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് വരുമെന്ന് പേടിച്ച ഒരാൾ ആത്മഹത്യ ചെയ്ത് കാരണം വേറൊരു പെൺകുട്ടിനെ സൈബർ ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. അതിനെതിരെ ഞാൻ പറയുന്നു ആ പെണ്ണിനെ സൈബർ ബുള്ളി ചെയ്യരുത്, ആ പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ എന്ത് സംഭവിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാം കൂടി എന്നെ സൈബർ ബുള്ളി ചെയ്യുന്നു. പിന്നെ നിന്നെ പിടിച്ച് ഉമ്മ തരാൻ നമ്മളെല്ലാരും കൂടി ഇത്രയും അപരാധം കാണിച്ച ഒരു പുന്നാര മോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര് വന്നു കഴിഞ്ഞാലും വലിച്ചു കീറി ഒട്ടിക്കും. അതത്രേ ഉള്ളൂ. നിന്നെയൊക്കെ പോലുള്ളതാണ് ഇവളെ പോലുള്ള മറ്റേ അടുത്തവളമാർക്ക് വളം വച്ച് കൊടുക്കുന്നത്. ഇതുപോലുള്ള ഓരോ അപരാധികൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് നിന്നെയൊക്കെ പോലുള്ളവളുടെ സപ്പോർട്ടുകളാണ്. ഫെമിനിസ്റ്റുകളെന്ന് പറഞ്ഞും കൊണ്ട് കുറെ നാറിയ മൈൻഡ് സെറ്റും വെച്ചും കൊണ്ട് കുറെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങും. അത് നിന്നെയൊക്കെ പോലുള്ളവളുമാർ ഉള്ളത് കൊണ്ടാണ്. ഇതുപോലുള്ള നായിന്റെ മക്കളെ ഒരു മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇവക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വാദിക്കാൻ വക്കീൽ വരെ ഇറങ്ങിയിരിക്കുകയാണ്. ഊളുപ്പുണ്ടോ ആ വക്കീലിന്? ഇല്ല. ഇവക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും കേട് കെട്ടവൾക്ക് വേണ്ടിയിട്ട് ഒരു വക്കീൽ വാദിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക്. അവന് പൈസ മതിയായിരിക്കും. എടാ നീ ഒരാണല്ലോടാ വക്കീല് അണ്ണാ. നിനക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ എന്റെ പൊന്നെ എനിക്കൊന്നും പറയാനില്ല. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങും, മനുഷ്യന്മാരിറങ്ങും. ഇഷ്ടം പരമാഷ്ടം. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അറിയാത്ത ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞോട്ടെ, പക്ഷെ നമ്മുടെ ക്യാരക്ടർ അറിയുന്ന ആൾക്കാർ ഇതിനകത്ത് പോയി ലൈക്കും കമന്റും ചെയ്യുമ്പോൾ അതൊരു അവസരമാണ്. ഇന്ന ആൾക്കാരെ എന്താണ് അവർ നമ്മളെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റ്. അവര് രക്ഷപ്പെട്ട് നീ ഫോളോ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് അപമാനമാണ്. അതുകൊണ്ട് നീ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട്. സത്യം ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ വൈബ്രേറ്റർ സെക്സിനെ പറ്റിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഫീമെയിൽ ബോഡിയുടെ ഓട്ടോണമി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് സ്ത്രീയുടെ സെക്ഷുവാലിറ്റിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഒരാൾ വെടിയാവുന്നില്ല. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിപ്പോ ഇവിടെ പറയാനുള്ള കാര്യം എനിക്കത് പിടികിട്ടിയില്ല. എന്തുവാടേ ഇത്? എന്തുവാ നീ ഉദ്ദേശിക്കുന്നത്? എന്താ? നിന്നെയൊക്കെ പോലുള്ളതാണ് സമൂഹത്തിന് സത്യം പറഞ്ഞ ഈ ബാഡ് ഇമ്പാക്ട് ബാഡ് മെസ്സേജും കൊടുത്തോണ്ടിരിക്കുന്നത്. ഞാനേ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പച്ചത്തെറിയിൽ അങ്ങ് നിർത്തേണ്ടി വരും. വേണ്ട, എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. നീയൊക്കെ നന്നാവില്ല. എത്ര പറഞ്ഞിട്ട് നന്നാവാത്ത ടീമുകളാണ് ചെയ്യുന്നു. ഇതെന്താണ് ഇവിടെ വ്യത്യാസമുള്ളത്? പിന്നെ കാലാകാലങ്ങളായിട്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ പോകുന്ന പെൺപിള്ളേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, ഈ ബസ്സുകളിൽ നടക്കുന്ന പീഡനം, അതെങ്ങനെയാണ് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇടി നിനക്ക് ബോധമില്ലേ? ഇടി ഇവിടെ സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് ബസ്സിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതെല്ലാം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു പുന്നാര മോള് വന്നിട്ട് വെറും കണ്ടന്റ് ക്രിയേഷൻ മാത്രം നടത്തുമ്പോൾ നിനക്ക് അവളെയൊക്കെ ന്യായീകരിക്കാൻ എങ്ങനെ ഉളുപ്പില്ലാണ്ട് തോന്നുന്നു? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. നിനക്ക് ബോധമില്ലേ? എന്തോന്നടേ ഇതൊക്കെ? ഒന്നും പറയാനില്ല. നിന്നെയൊക്കെ എന്താ പറഞ്ഞിട്ട് എനിക്കെന്തിനി? ഒന്നും പറയാനില്ല. പിന്നെ ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വേറൊരാളെ സൈബർ ബുള്ളി ചെയ്യാനുള്ള ടൂൾ ആവരുത്. ഇവളെ പോലുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതൊരു ടൂളിംഗ് അല്ല, ഒരു ടൂളും ഇല്ല. ആ വ്യക്തി, നിരപരാധിയായ ഒരു വ്യക്തി ഈ പുന്നാര മോള് കാരണം തീർന്നിട്ടുണ്ടെങ്കിൽ ഈ പുന്നാര മോളും അതിനേക്കാൾ അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ഒരു കുഴപ്പമില്ല. ഇവളെയൊക്കെ പോലുള്ളത് ഈ ഭൂമിക്ക് ഭാരം തന്നെയാണ്. തീർന്ന അത്തലെന്നല്ലത്. അതിന് നീ ഇപ്പൊ വന്നിരുന്ന് കൊണയടിക്കണ്ട. ചൈബര് വില്ലിങ്. അപ്പൊ എനിക്കെതിരെ ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കും ഒരു ഏരിയയെ കിട്ടിയ ഒരു സന്തോഷമാണ്, ഒരു ആളെ കിട്ടിയ ഒരു സന്തോഷമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി, അവരുടെ തെറിവിളി കേൾക്കാൻ വേണ്ടി പബ്ലിക്കിനായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പൊ നിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനും നിനക്ക് പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടിയ ഒരാളാണോ ദീപക് എന്ന് പറയുന്ന വ്യക്തി? നിന്റെ ഫ്രസ്ട്രേഷൻ തീർന്ന ഒരാൾ ചത്തപ്പം നിന്റെ ഫ്രസ്ട്രേഷൻ തീർന്ന. അപ്പൊ നിനക്ക് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരാണ് വേണം. ഒരാണിന്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്നും പോണം. അതെങ്ങനെ? സ്വന്തം തന്തയ്ക്ക് പോലും വില കൊടുക്കാത്ത നിന്നെയൊക്കെ പോലുള്ളതിന് ഇങ്ങനെ പറയാനും ഇങ്ങനെ പ്രതികരിക്കാനും പറ്റത്തുള്ളൂ. നിനക്ക് ഫ്രസ്ട്രേഷൻ തീർക്കണമെങ്കിൽ ഇവിടെ ഒരാണിന്റെ ജീവൻ പോകണം. നമുക്ക് അങ്ങനെയല്ല. ആണും പെണ്ണും എല്ലാം നമുക്ക് കണക്ക് തന്നെയാണ്. അമ്മയും അപ്പനും എല്ലാം ഉള്ള ആര് തന്നെയാണ് നമ്മൾ, കേട്ടാ. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും നമുക്ക് കണക്ക് തന്നെയാണ്. പക്ഷെ തെറ്റ് ആര് ചെയ്താലും അപരാധം ആര് കാണിച്ചു കഴിഞ്ഞാലും വിളിച്ചു പറയും, വലിച്ചു കീറി ഒട്ടിക്കും. അത് അറക്കൽ ചേച്ചി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരിക്കും, കേട്ടാ. കണ അപ്പൊ നോട്ടം കൊണ്ട് വരാം. അപ്പം നമ്മൾ അത് വീഡിയോ എടുക്കുമ്പോ അവന്റെ നോട്ടം അതിനെ ഏഴെങ്കിലും ഒരു പരിശോധിച്ച് ചെയ്യാൻ പറ്റുമോ? നോട്ട എന്തൊരു നാട്ടാ? ഉളുപ്പുണ്ടോ എനിക്ക്? നാട്ടം കൊണ്ട് കൊണച്ചെന്ന് ഇല്ല. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ പെണ്ണിനെ മാത്രമേ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പെണ്ണിന് സൈബർ ബുള്ളിങ് കേൾക്കാതിരിക്കുക എന്നുള്ളത്. നീ പോയി മൂട് താങ്ങിക്കോട്. നീ മാത്രം മൂട് താങ്ങാനേ കാണത്തുള്ളൂ. അത് വേറെ കാര്യം. നീ ആ വക്കീലും കാണും, വേറെ ആരും കാണൂല. പിന്നെ അവളെ സംരക്ഷിച്ച അവളുടെ കുടുംബവും കാണും. വേറെ ഒറ്റ മനുഷ്യൻ ഈ ലോകത്തൊന്ന് അവൾ സപ്പോർട്ട് ചെയ്യത്തില്ല, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനും ഇതുപോലത്തെ പുന്നാര മംഗോളുകളെ സപ്പോർട്ട് ചെയ്യത്തില്ല, സപ്പോർട്ട് ചെയ്ത ചരിത്രവും ഇല്ല, കേട്ടാ. ഇവിടെ സ്ത്രീ ആയതുകൊണ്ടൊന്നും അല്ല നമ്മൾ വലിച്ചു കീറൊട്ടിക്കുന്നത്. ഇതേ സ്ഥാനത്ത് ആണാണെങ്കിൽ അവനെയും വലിച്ചു കീറൊട്ടിക്കും. അതത്രേ ഉള്ളൂ. കാരണം ജെന്യുവനായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ കാര്യം മനസ്സിലാവും.
അവർ കാണുന്നുണ്ട്, ജനുവിനായിട്ടുള്ള സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ വീട്ടിലുണ്ട് അച്ഛനും ഭർത്താവും സഹോദരങ്ങളും മക്കളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അത് മനസ്സിലാക്കേട്ടാ. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം വേണം. അത് മാത്രം പോരാ, മനുഷ്യപ്പറ്റും വേണം. അതൊന്നും നിനക്കൊന്നുമില്ല. നിന്റെയൊക്കെ വർഗത്തിന്റെയൊക്കെ ഒരു വിചാരമുണ്ട്. മീൻസ് സ്ത്രീകളല്ല, നിന്റെയൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെട്ട കുറെ എണ്ണത്തിന് ഒരു വിചാരമുണ്ട്, പുരുഷന്മാരെല്ലാം നിന്റെയൊക്കെ കാലിന്റെ അടിയിൽ കിടക്കണമെന്ന്. പുരുഷന്മാരെല്ലാം ഈ ഭൂമിയിൽ നിന്നും തീർന്നു പോകണം. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ചിന്താഗതികൾ നിനക്കുണ്ട്. ഒരു മനുഷ്യൻ ചത്തപ്പോൾ നീയൊക്കെ ഇരുന്ന് കൈ അടിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറയുന്ന ഷിംജിതയെ പോലുള്ളത് ഈ ഭൂമിയിലേക്ക് ഭാരമായിട്ട് നിൽക്കുമ്പോൾ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നീയൊക്കെ കാണിക്കുന്ന ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലേ, ബിഗ് സല്യൂട്ട്. എടുത്ത് ബാക്കി വെച്ചോ. നമ്മളിടുന്ന പോസ്റ്റോ വീഡിയോ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത് നിനക്ക് തന്തയില്ലല്ലോ, നിനക്ക് എന്താ, നീ പെണ്ണാണോടി, നീ മറ്റേതല്ലേ മറിച്ചൊക്കെ നമ്മൾ സൈബർ ബുള്ളി ചെയ്യുന്ന ഇത് ലൈക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെ തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെന്തെന്നറിയാമോ? നീ അമ്മാതിരി വർത്താനങ്ങളും അമ്മാതിരി കാര്യങ്ങളും ചെയ്യുന്നോണ്ടാണ്. പിന്നെ നിന്റെ തന്തയുടെ കേസ് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, കളങ്കാവില് മൂവിയിൽ മമ്മൂട്ടിയുടെ അതേ ക്യാരക്ടറാണ് നിന്റെ തന്തയ്ക്കെന്ന്. പിന്നെ നമ്മളിനി എന്ത് പറയാനാ? നീ തന്നെ നിന്റെ തന്തയെ വലിച്ചൊരു ഒട്ടിച്ച്. പിന്നെ നമ്മളിനി വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതുകൊണ്ട് തന്തയ്ക്ക് വിളിച്ചാൽ നിനക്ക് കേൾക്കത്തുമില്ല. പിന്നെ നിന്റെ കൂട്ടുകാർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ കാണിക്കുന്ന ഇമാതിരി തൊട്ടിത്തനത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിന്റെ കൂട്ടുകാർ നിന്നെയും വലിച്ചൊരു ഒട്ടിക്കും. ഒരു കുഴപ്പമില്ല, നീ അതങ്ങ് അർഹിക്കുന്നു, വാങ്ങിച്ചു കൂട്ടിക്കോ. അധികാരമുള്ളേ അത് അയാൾ ചെയ്തോ ചെയ്തില്ലയോ എന്നതൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം. 50-50 ചാൻസ് ആണ് ചെയ്തോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ ഒരു സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരെ ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി. കോടതിയിൽ വരെ ആ സ്ത്രീയുടെ മൊഴി മാത്രം മതി. അങ്ങനെ ഒരു പ്രിവിലേജ് എടുത്ത് കൊടുത്തതുകൊണ്ടാണ് ഇവളെ പോലത്തെ തന്തയില്ലാത്തവളുമാര് വന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്നത്. മനസ്സിലായ? നിനക്ക് കാര്യം പിടിക്കുക. പിന്നെ സ്ത്രീ ആ ഒരു പ്രിവിലേജ് ദയവ് ചെയ്തിട്ട് ഈ ഒരു കേസോടെങ്കിലും എടുത്ത് മാറ്റണം. ഇനി ഇവിടെ പ്രിവിലേജ് ആവശ്യം സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്കാണ്. നമ്മുടെ ജീവനും ജീവിതമാണ് ആപത്തിൽ കിടക്കുന്നത്. നമുക്കാണ് ഇപ്പോൾ പ്രിവിലേജ് ആവശ്യം. ഇവിടെ സഞ്ചരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ റോട്ടിൽ പോയി ഏതെങ്കിലും സ്ത്രീയെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകും. നാളെ വീഡിയോ പുറത്തു വരും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ. നോക്കാനും പാടില്ല, ഇരിക്കാനും പാടില്ല. അപ്പൊ ഈ വീഡിയോ ഇടുന്നത് കുറെ ആൾക്കാരെ ഞാൻ അൺഫോളോ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ അറിയാവുന്ന ആൾക്കാരെയാണ്. നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പോയി കമന്റ് ഇട്ടും ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ. ഇനി ഇവര് അയ്യോ ചേച്ചി എന്തിനാ എന്നെ അൺഫോളോ ചെയ്തെന്ന് ചോദിച്ച് വരെ ഇതിന്റെ അടുത്ത് അത്രേ ഉള്ളൂ. അത്രയ്ക്ക് ഗതികെട്ട ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിന്നെയൊക്കെ വലിച്ചു കയറി ഒട്ടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതുപോലത്തെ മോളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന നിന്നെയൊക്കെ പോലുള്ളതിനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ നിന്നെയൊക്കെ ഒരു മനുഷ്യന്മാരും സപ്പോർട്ട് ചെയ്യത്തുമില്ല. അത് ഇരന്ന് വാങ്ങിയതാണ്. നീയൊക്കെ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ അത്രയും സേഫായി. നീയൊക്കെ ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരെ നമ്മളെടുത്ത് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ അവരെ തെറി വിളിക്കും. അതുകൊണ്ട് അത് വേണ്ട. കാരണം എന്താ, അപ്പം അത്രയും ലോകത്തിന് എക്സ്പോഷർ ഉള്ള ഒരാളാണ് അരുണിമ എന്ന് പറയുന്നത്. അവൾ വരെ പറയുവാണ് ഞാൻ ഈ വീഡിയോ ഇടത്തില്ലെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ബോധമുണ്ടോ? ഇവിടെ ആര് സ്ത്രീകളെ സൈലൻസ് ചെയ്യാൻ നിൽക്കുന്നു? ഇവിടെ ഞാൻ അടങ്ങുന്ന ആൾക്കാര് എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാറുണ്ട്. അത് ന്യായമുണ്ടെങ്കിൽ മാത്രം. ന്യായമില്ലാത്തൊരു കേസിലും സപ്പോർട്ട് ചെയ്യത്തില്ല. ന്യായം ഏത് ഭാഗത്ത്, അത് സ്ത്രീയോ പുരുഷനോ നോക്കാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ആരോട് പറയും? നമ്മള് നോട്ടം കൊണ്ട് വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാലമാണിത്. അതായത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അവന്മാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സ്കാൻ ചെയ്യും. നമ്മൾ എത്ര കംഫർട്ടബിൾ അല്ലാതായി മാറുമെന്നറിയാവോ? എടാ ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു പുന്നാരെ മോളെ നിനക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി? നീ ഇതെന്ത് തേങ്ങയാ പറയുന്നത്? ഒരു നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത ഇവളെ എങ്ങനെ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? അതാണ് വിഷയം. നീ വളച്ചൊടിച്ച് തിരിച്ചു മറിക്കാൻ നിൽക്കണ്ടേ അറക്കൽ ചേച്ചി. എന്നെ കൊണ്ടൊന്നും പറയണ്ട. കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ദേഷ്യം വരും. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതിന്റെ ശേഷം കുറേ ഇതൊന്നും ചുമ്മാ ഗുണയടിക്കുന്നുണ്ട്. ചുമ്മാ എന്തിനു കേൾക്കുന്നത്? അതുകൊണ്ട് ഇവളെന്ന് വാക്കിന് ഒരു വിലയും കൊടുക്കണ്ട. ഇതുപോലെ ഉള്ളതിനൊന്നും സപ്പോർട്ടും ചെയ്യണ്ട. ഇനിയിപ്പം ഇവള് വലിയ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ഷിംജിത എന്ന് പറയുന്ന അപരാധിക്ക് മാക്സിമം ശിക്ഷ കിട്ടട്ടെ. മാക്സിമം ശിക്ഷ കിട്ടി നരകിച്ച് ഇവള് തീരണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.